Hi all, I am Krishnapriya. Today we have to study equilibrium price. Equilibrium means balance or equal. That is, there is no tendency to move in either direction. Equilibrium is defined as a situation in which the objectives of all firms and consumers are satisfied and the market is cleared. At equilibrium point, the quantity of goods sold by all the firms and the quantity of goods bought by all the consumers are equal, which means market demand will be equal to market supply at equilibrium. The price at which demand and supply are equal is known as equilibrium price. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന അവസ്ഥേനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എത്രത്തോളം വിൽക്കപ്പെടുന്നോ അത്രത്തോളം വാങ്ങാനുള്ള കൺസ്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ അത് രണ്ട് ഈക്വലാണ്. ഉദാഹരണത്തിന് 100 കിലോ അരി വിറ്റു, 100 കിലോ അരി വാങ്ങാനും ആളുണ്ട്. അപ്പോൾ ആ സംഭവത്തിന് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നു. The quantity demanded and supplied will be equal at equilibrium price. When the price is very high, buyers are not willing to buy. When the price is very low, producers are not willing to sell. So the firms are forced to reduce price and the buyers are forced to give high price. In this way, equilibrium price is determined by demand and supply. ഡിമാൻഡും സപ്ലൈയും ഇക്വിലിബ്രിയം പ്രൈസിൽ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴാണോ പ്രൈസ് ഉയരുന്നത് ആ സമയത്ത് കൺസ്യൂമേഴ്സ് അത് വാങ്ങുന്നതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അതുപോലെ തന്നെ എപ്പോഴാണോ പ്രൈസ് കുറയുന്നത് അപ്പോൾ പ്രൊഡ്യൂസേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരും അത് ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം പ്രൈസിനെ ഫോഴ്സ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഡിമാൻഡും സപ്ലൈയും. ഇനി അടുത്തതായി പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. The quantity of goods sold and bought at equilibrium price is called equilibrium quantity. ഇക്വിലിബ്രിയം പ്രൈസിൽ വിൽക്കപ്പെടുന്ന സാധനം എത്രത്തോളം വിറ്റു, എത്രത്തോളം വാങ്ങി എന്നതിന് അളവിനെയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് എക്സസ് ഡിമാൻഡിനെയും എക്സസ് സപ്ലൈനെയും കുറിച്ചിട്ടാണ്. The situation in which market demand is higher than market supply at a given price is called excess demand. And the situation in which market supply is higher than market demand at a given price is called excess supply. എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് സപ്ലൈനെക്കാട്ടിലും കൂടുതലായിട്ട് മാർക്കറ്റ് ഡിമാൻഡ് വരുന്ന സമയത്തിനെയാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡിനേക്കാട്ടിലും കൂടുതലായിട്ട് സപ്ലൈ ഉണ്ടാകുന്ന സമയം, അതാണ് എക്സസ് സപ്ലൈ. ഇക്വിലിബ്രിയം അവസ്ഥയിൽ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും ഉണ്ടാവില്ല. ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഇക്വിലിബ്രിയം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ എക്സസ് ഡിമാൻഡ് ആൻഡ് നോ എക്സസ് സപ്ലൈ. അടുത്തതായിട്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പറയാം. When the number of firms is fixed as a result of the forces of demand and supply, the market attains equilibrium. That is, when the price rises, demand falls, and when price falls, demand rises. Similarly, when price rises, supply rises, and when price falls, supply falls. എപ്പോഴാണോ പ്രൈസ് റൈസ് ചെയ്യുന്നത് അപ്പോൾ ഡിമാൻഡ് താഴും. പ്രൈസ് എപ്പോഴാണോ താഴ്ന്നത് അപ്പോൾ ഡിമാൻഡ് കൂടും. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സപ്ലൈയും പ്രൈസും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. പക്ഷേ സപ്ലൈയും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷനാണ്. These two opposite forces act together and determine the price of goods and services. ഇനി നമുക്കിതൊരു ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Demand and supply are marked on the x-axis and price is marked on y-axis. DD is the market demand curve and SS is the market supply curve. At point E, the quantity of demand and quantity of supply are equal, and demand curve and supply curve intersect each other and reaches equilibrium. തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ DD ഡിമാൻഡ് കർവും SS സപ്ലൈ കർവുമാണ്.
എക്സ് അക്ഷത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വൈ അക്ഷത്തിലാകട്ടെ പ്രൈസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പി സ്റ്റാറും ക്യൂ സ്റ്റാറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഈ കൊടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇക്വിലിബ്രിയം പോയിന്റിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ പി സ്റ്റാർ ഇക്വിലിബ്രിയം പ്രൈസും ക്യൂ സ്റ്റാർ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അവിടെ എക്സസ് ഡിമാൻഡിനോ എക്സസ് സപ്ലൈക്കോ സാധ്യതയില്ല. അവിടെ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ ഇല്ല. സപ്പോസ് പ്രൈസ് P1 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ Q1ഉം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് Q4ഉം ആണ്. അതുകൊണ്ട് അവിടെ ഒരു എക്സസ് ഡിമാൻഡ് വരുന്നുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈനേക്കാട്ടിലും കൂടുതലാണ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം നമുക്ക്. ഇനി അത് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തണമെങ്കിൽ P1 P സ്റ്റാറിലേക്ക് എത്തണം. പ്രൈസ് P2 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2 ആകുന്നു. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ Q3യും. എന്ന് വെച്ചാൽ എപ്പോഴാണ് പ്രൈസ് P2 ആകുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2ഉം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ Q3യും ആകുന്നു. ഇതിനെ എക്സസ് സപ്ലൈ എന്ന് പറയാം. അതേസമയം P2 P സ്റ്റാറിലേക്ക് വന്നാൽ അവിടെ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ ഇല്ല. രണ്ടും 0 ആണ്. എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം പ്രൈസിൽ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ വരാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ മേക്ക് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും അറിയാമെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്താനാകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് അത് വെച്ച് കണ്ടെത്തുക എന്നറിയാൻ വേണ്ടിയിട്ട് എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോബ്ലം എടുക്കാം. ഇഫ് QD ഈസ് ഈക്വൽ ടു 200 മൈനസ് P ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് QS ഈസ് ഈക്വൽ ടു 120 പ്ലസ് P ഈസ് ദ സപ്ലൈ ഫംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് 200 മൈനസ് Pയും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഡിമാൻഡ് ഫംഗ്ഷനും 120 പ്ലസ് Pയും ആണ്. നമുക്കറിയാം ഇക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 120 പ്ലസ് P ഈസ് ഈക്വൽ ടു 200 മൈനസ് P. ഇനി നമുക്കിതിൽ കണ്ടെത്താനുള്ളത് P ആണ്. അപ്പോൾ 2 Pയും നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. P പ്ലസ് P ഈസ് ഈക്വൽ ടു 200 മൈനസ് 120 എന്ന് വെച്ചാൽ 2P ഈസ് ഈക്വൽ ടു 80. അപ്പോൾ P കണ്ടെത്താൻ വേണ്ടിയിട്ട് 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 80 ഡിവൈഡഡ് 2 ഈസ് ഈക്വൽ ടു 40. സോ 40 ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ Pയുടെ വാല്യൂ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സപ്ലൈ ഫംഗ്ഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. QD ഈസ് ഈക്വൽ ടു 200 മൈനസ് P ഈസ് ഈക്വൽ ടു 200 മൈനസ് 40 ഈസ് ഈക്വൽ ടു 160. അല്ലെങ്കിൽ QS നോക്കാം. QS ഈസ് ഈക്വൽ ടു 120 പ്ലസ് P ഈസ് ഈക്വൽ ടു 120 പ്ലസ് Pയുടെ സ്ഥാനത്ത് 40 കൊടുത്തു ഈസ് ഈക്വൽ ടു 160. ഇനിയിപ്പോൾ QD ഈസ് ഈക്വൽ ടു QS ആണ്. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഇക്വിലിബ്രിയം പ്രൈസിൽ ഈക്വൽ ആയിരിക്കും. അത് 120 ആണ്. എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 160. ഇനി നമുക്ക് പഠിച്ചതൊക്കെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് പഠിച്ചു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ. ഇക്വിലിബ്രിയം പ്രൈസിൽ ഒരിക്കലും എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ വരില്ല. പിന്നെ ഡയഗ്രാം. പിന്നെ ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് കാണുക എന്നുള്ളത് നമ്മൾ പഠിച്ചു.